കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം അന്ന എന്ന വചന സദസ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വചനഭാഗത്ത് യേശു കർത്താവ് കവർന്നഹൂമിലേക്ക് എത്തിയപ്പോൾ ഒരു ശതാധിപൻ അവന്റെ അടുക്കൽ വന്നു. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പട്ടാളക്കാരുടെ ജേതാവായിരിക്കുന്നവൻ. 25 വർഷക്കാലം സേവനം അനുഷ്ഠിക്കുന്നയാളെയാണ് ശതാധിപനായി നിയോഗിക്കുന്നത്. ഇങ്ങനെ തെരഞ്ഞെടുത്ത ഒരു ശതാധിപൻ യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് യേശു കർത്താവിനോട് യാചിക്കുകയാണ്. എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിപെട്ട് വളരെ കഠിനമായ വേദനയിൽ കിടക്കുകയാണ് വീട്ടിൽ എന്നാണ് അപേക്ഷിക്കുന്നത്. യേശു കർത്താവ് അവനോട് പറയുകയാണ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ശതാധിപൻ യേശുവിനോട് പറയുകയാണ്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. ശതാധിപന്റെ ഉള്ളിലുള്ള വിശ്വാസം അത്രയും വലുതായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അധികാരത്തിന് കീഴിലുള്ളവനാ, എൻ്റെ കീഴിലും അനേകം പടയാളികളുണ്ട്. ഒരുവനോട് പോകാൻ പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ വരും. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ, ദൈവവചനത്തെ ചിന്തിക്കാൻ തുടങ്ങിയാൽ, ഒരു വേദനിക്കുന്നവന്റെ അടുക്കൽ വിവരം അറിയിക്കുമ്പോൾ യേശു പറയുക, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കിക്കൊള്ളും. ശതാധിപൻ പറയുകയാണ്, ഞാൻ അതിനൊരു യോഗ്യനല്ല. എൻ്റെ പുരയ്ക്കകത്ത് വരാൻ എനിക്കൊരു യോഗ്യതയുമില്ല. കർത്താവേ, നിന്റെ ഒരു വാക്ക് മാത്രം മതി. നീ വാക്ക് പറഞ്ഞാൽ സൗഖ്യപ്പെടും. ശതാധിപന്റെ ജീവിതത്തിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെ അറിഞ്ഞതുകൊണ്ടാണ് ശതാധിപൻ അങ്ങനെ പറയുവാൻ ഇടവന്നത്. യേശു പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ ഇതുപോലെ വിശ്വാസമുള്ള ഒരാളെ ഞാൻ കണ്ടു കാണുകയില്ല. അങ്ങനെ വചനഭാഗം നമുക്ക് കാണാൻ കഴിയുന്നു. ഇസ്രായേൽക്കാരുടെ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കണ്ടോ യേശു കർത്താവ് പറയുന്നത്? വിശ്വാസത്തിന്റെ ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നു പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ നമ്മൾ കണ്ടു പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ വേദനിക്കുന്നവന്റെ വേദന ഒപ്പുന്ന ഒരേ ഒരാൾ യേശുവാ. യേശുവിന്റെ അടുക്കൽ കുഷ്ഠരോഗികളായ മക്കൾ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ, മനുഷ്യർ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവരെ ശുദ്ധീകരിച്ചു പറഞ്ഞു വിട്ടു. വേദനിക്കുന്നവർ വരുമ്പോഴും യേശു അവരുടെ വേദനകളെ മാറ്റിയ, സൗഖ്യമാക്കിയ യേശു പറഞ്ഞയക്കുന്നത്. ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ടെന്ന് നമുക്കിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ, നമ്മൾ അവന്റെ ഒറ്റ വാക്ക് മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണെന്നാണ് യേശു പറഞ്ഞത്. യേശു പറഞ്ഞപ്പോൾ മരിച്ച് 4 ദിവസമായി ലാസർ പുറത്തു വന്നു. യേശു പറഞ്ഞപ്പോൾ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ മനുഷ്യൻ അവൻ സൗഖ്യമായി. യേശു പറഞ്ഞപ്പോൾ അന്ധനായവന് കാഴ്ച കിട്ടി. 38 വർഷക്കാലം തളർന്നു കിടന്നവൻ എഴുന്നേറ്റു. ഇതുപോലെ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഹൃദയം തുറന്ന്, കർത്താവേ, ഒരു യോഗ്യതയുമില്ല എന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മുടെ അയോഗ്യതകൾ മാറ്റിയൊരു കർത്താവ്, സകലതിനും ചെയ്യാൻ മതിയായ ഒരു ദൈവം
നമ്മുടെ നടുവിൽ കടന്നു വരും. ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നല്ല പ്രഭാതം തന്ന ദൈവമേ, ആ ശതാധിപന്റെ വിശ്വാസം എത്ര വലുതാ. ആ ശതാധിപൻ പറഞ്ഞു, കർത്താവ് ആ ബാല്യക്കാരനെ സൗഖ്യപ്പെടുത്തി. നമ്മൾ പറഞ്ഞോ, ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കും. പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ കൂടെ നമുക്ക് ഈ പ്രഭാതത്തിൽ കൂടത്തിൽ പോകാൻ പറ്റുമോ? കർത്താവെ, എന്നെയും എൻ്റെ ഭവനത്തെയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെ പേരും ഉണ്ടാകട്ടെ. കർത്താവ് മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ.